അയ്യോ, ഒരു പ്രധാന വാർത്തയുണ്ട്. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. അയ്യോ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു എന്ന വാർത്തയാണ്. ഇന്നലെ ബന്ദിപ്പൂരിലേക്ക് കയറ്റിവിട്ട ആനയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാറുന്നു. തണ്ണീർക്കൊമ്പൻ മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ കൊമ്പൻ 17 മണിക്കൂറോളം നമ്മളടക്കം മാധ്യമങ്ങളെല്ലാം തത്സമയം സംപ്രേഷണം ചെയ്ത ആ തണ്ണീർക്കൊമ്പൻ കാട്ടാന ചെരിഞ്ഞിരിക്കുന്നു. ബന്ദിപ്പൂരിൽ വെച്ചാണ് ആന ചെരിഞ്ഞിരിക്കുന്നത് എന്ന് ഇപ്പോൾ വനം വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മാനന്തവാടിയിൽ നിന്ന് പിടികൂടിയ കൊമ്പൻ. അല്പസമയം മുമ്പ് അർജുൻ കല്യാട് പറഞ്ഞത് ആരോഗ്യം പ്രശ്നങ്ങളില്ല എന്നാണ് പറഞ്ഞത്. 3 മയക്കുപിടിയോ മറ്റോ, 2 മയക്കുപിടിയോ. സിനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ്, എന്താണ് സംഭവിച്ചത്? അരുൺകുമാർ, അല്പസമയം മുൻപാണ് കർണാടക വനം വകുപ്പ് കേരള വനം വകുപ്പിനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. ബന്ദിപ്പൂരിൽ എത്തിച്ച ശേഷം തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞെന്നാണ് കേരള വനം വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തണ്ണീർക്കൊമ്പനെ ബന്ദിപ്പൂരിലെ ക്യാമ്പിൽ എത്തിച്ചിരുന്നത്. രാവിലെ മുതൽ തന്നെ അവിടെ സുരക്ഷിതമായി എത്തിയിരുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അല്പസമയം മുൻപ് ഈ ആന ചെരിഞ്ഞു. തണ്ണീർക്കൊമ്പൻ ഇന്നലെ മാനന്തവാടിയിൽ നിന്ന് പിടികൂടി കൊണ്ടുപോയ തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞെന്ന ഒരു വിവരമാണ് കർണാടക വനം വകുപ്പ് കേരള വനം വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ചെരിഞ്ഞത് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഉള്ള വിവരങ്ങൾ വനം മന്ത്രിയെ ഒന്ന് ടെലിഫോണിൽ ശ്രമിക്കാവുന്നതാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രതികരണം ബൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മയക്കുവെടി ആയിരിക്കുമോ കാരണമായിട്ടുണ്ടാകുക? കാരണം നല്ല പൂർണ്ണ ആരോഗ്യവാനായിരുന്നു ഇന്നലെ. സ്മൃതി, അതായത് ഒരു ആനയുടെ ആരോഗ്യം നില പരിശോധിച്ച ശേഷം മാത്രമേ ഈ വെറ്റിനറി സർജൻ മയക്കുവെടി വയ്ക്കുകയുള്ളൂ. അതിന്റെ പ്രായം, അതിന്റെ ശരീര ഭാരം, ആരോഗ്യം തുടങ്ങിയവ കണക്കാക്കിയ ശേഷം മാത്രമേ ഈ വെടിവെക്കാറുള്ളൂ. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇത് കാട്ടാനായതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നിരീക്ഷിച്ച ശേഷമാണ് ആ മയക്കിന്റെ ഡോസ് കണക്കാക്കി ഏകദേശ ധാരണയിൽ വെറ്റിനറി സർജൻ വെടിവെക്കാറുള്ളത്. അങ്ങനെയാണ് ഇന്നലെയും ഈ വെറ്റിനറി സർജൻ ആ മയക്കോട് വെച്ച് ആനയെ പിടികൂടി സുരക്ഷിതമായി എലിഫന്റ് ആംബുലൻസിൽ കയറ്റി പുലർച്ചയോടുകൂടി ബന്ദിപ്പൂരിൽ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് മാനന്തവാടിയിൽ നിന്ന് കയറ്റി കൊണ്ടുപോകുന്ന വഴിക്കൊന്നും തന്നെ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. പൂർണ്ണ ആരോഗ്യവാനായ ആന മാനന്തവാടിയിലെ ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്നതും അതിനുശേഷം രാത്രി വൈകി ഇതിനെ മയക്കോട് വെച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നതും നമ്മൾ കണ്ടതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. ആനയുടെ ഇടത് കാലിന് മുകളിലായി ഒരു മുഴ മാത്രമേ ദൃശ്യങ്ങളിൽ കാണാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഏതെങ്കിലും തരത്തിലുള്ള ആന്തരിക രോഗങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അത് വിശദമായി പരിശോധിച്ചാൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ. ഏതായാലും മയക്കുവെടി വെച്ച് പിടികൂടി കൊണ്ടുപോയ തണ്ണീർക്കൊമ്പനാണ് ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നത്. കർണാടക വനം വകുപ്പും ഇതിനു മുൻപ് മയക്കുവെടി വെച്ച് ഇതിനെ പിടികൂടി ഉൾവനത്തിൽ. അതാണ് സിനോജ്, 20 ദിവസം മുമ്പ് കർണാടകയിലെ വനം വകുപ്പും അരിക്കൊമ്പനെ മയക്കുവെടി വെച്ചിരുന്നു. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ 2 തവണ മയക്കുവെടി വെച്ചിട്ടുണ്ട്. അപ്പം ആ മയക്കുവെടി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതിന്റെ മരണകാരണമായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.